മുഖ്യമന്ത്രി ശ്രീ ജോസഫ് വിജയ് അവർക്ക് സംസാരിക്കാവുന്നതാണ്. ബഹുമാനപ്പെട്ട നിയമസഭ സ്പീക്കർ അവർകളെ, ആദ്യമായി ഈ വിശ്വാസ പ്രമേയത്തിൽ ജനങ്ങൾക്കായുള്ള ഈ ഭരണത്തെ, മനസാക്ഷിയുള്ള ജനനായക ഭരണത്തെ പിന്തുണച്ച് എന്നെ വിജയിക്കാൻ സഹായിച്ച ബഹുമാനപ്പെട്ട എല്ലാ അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സഖ്യവുമില്ലാതെ ഒറ്റയ്ക്കൊരു കൂട്ടായ്മയായി, വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ കൂട്ടായ്മയായി, ജനങ്ങളുടെ കൂട്ടായ്മയായി, ജനങ്ങളെ സ്നേഹിക്കുന്ന കൂട്ടായ്മയായി, ജനങ്ങൾ ആഗ്രഹിക്കുന്ന കൂട്ടായ്മയായി ഞങ്ങൾ ജനവിധി തേടി. 1967, 1977 തെരഞ്ഞെടുപ്പുകളിലൂടെ രൂപീകൃതമായ സാധാരണക്കാരുടെ സർക്കാരിനെ പോലെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ തമിഴക വെട്രിക്കഴകവും സാധാരണക്കാരുടെ സർക്കാരിനെ തന്നെ സ്ഥാപിക്കുമെന്ന് ജനങ്ങളോട് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. ജനങ്ങളും നമ്മളിൽ വിശ്വാസമർപ്പിച്ച് ദൃഢമായി വോട്ട് രേഖപ്പെടുത്തി ആ ചരിത്രം ആവർത്തിച്ചു. ആ വിജയ ചരിത്രം ആവർത്തിച്ചുകൊണ്ട് വിസിൽ തരംഗം തമിഴ്നാട്ടിൽ അങ്ങോളം ഇങ്ങോളം സൃഷ്ടിച്ചു. ഒരു വിരൽ വിപ്ലവം എന്ന് ഞാൻ വിളിക്കുന്ന ജനങ്ങളുടെ വോട്ട് ഒരു വിസിൽ വിപ്ലവമായി മാറി. പാർട്ടി തുടങ്ങി വെറും 3 വർഷങ്ങൾക്കുള്ളിൽ 34.92% 1,72,26,208 വോട്ടുകൾ ജനങ്ങൾ നമുക്ക് നൽകി. തമിഴക വെട്രിക്കഴകത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി നിയമസഭയിലേക്ക് ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ചു. പാർട്ടി തുടങ്ങി വെറും 3 വർഷങ്ങൾക്കുള്ളിൽ തന്നെ വളരെ ചെറിയ അളവിൽ ഒരു നൂലിഴ വ്യത്യാസത്തിൽ മാത്രമാണ് കേവല ഭൂരിപക്ഷം അല്പം നമുക്ക് കൈവിട്ടു പോയത്. അതുകൊണ്ട് ഈ സർക്കാരിനെ ഒരു ന്യൂനപക്ഷ സർക്കാർ എന്ന് ആരെങ്കിലും കരുതിയാൽ അതിലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾ തന്നെ പറയുന്നു, ഇതൊരു ന്യൂനപക്ഷ സർക്കാർ തന്നെയാണ്. ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കുള്ള സുരക്ഷിതത്വം യഥാർത്ഥത്തിൽ നിലനിർത്തുന്ന സർക്കാർ തന്നെയാണ്. അതുമാത്രമല്ല, സ്ത്രീകൾ, കുട്ടികൾ, വയോധികർ, യുവാക്കൾ, സർക്കാർ ജീവനക്കാർ, അധ്യാപകർ, അധ്വാനിക്കുന്ന വർഗം എന്നിങ്ങനെ എല്ലാ ജനങ്ങൾക്കുമായി നിലകൊള്ളുന്ന സർക്കാരാണ് ഈ സർക്കാർ. ആ വിശ്വാസം എല്ലാവരിലും ഉണ്ടായതുകൊണ്ടാണ് ഈ വിശ്വാസ പ്രമേയത്തിൽ അത് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സമയത്ത് ഈ സഭയിൽ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചില ഉറപ്പുകൾ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തമിഴക വെട്രിക്കഴകത്തിന്റെ നയരൂപീകരണ നേതാക്കളായ തന്തൈ പെരിയാർ, പെരുന്തലൈവർ കാമരാജർ, അണയാത്ത സൂര്യനായ അംബേദ്കർ, വീരമങ്കൈ വേലുനാച്ചിയാർ, ജനസേവക അഞ്ചലയമ്മാൾ എന്നിവരുടെ മാർഗനിർദ്ദേശങ്ങളോടെ ഈ ജനകീയ സർക്കാർ മനസ്സാക്ഷിയുള്ള ഒരു ജനാധിപത്യ ഭരണം കാഴ്ചവെക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. സാമൂഹ്യനീതി, സമനീതി, സമഭാവനയോടുകൂടിയ അവസരങ്ങൾ, യഥാർത്ഥവും ദൃഢവുമായ ജനാധിപത്യം, മതേതര സാമൂഹ്യ നീതി നയങ്ങൾ എന്നിവയോടെ ഈ സർക്കാർ മുന്നോട്ടു പോകും. അതിൽ ഒട്ടും തന്നെ മാറ്റമില്ല. നമ്മുടെ ഈ ആഴത്തിലുള്ള വിശ്വാസത്തെ ഹൃദയപൂർവ്വം വിശ്വസിച്ച് വോട്ട് ചെയ്ത എല്ലാ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾക്കും ആ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും വീണ്ടും ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഏതു മതവും നമ്മുടെ മതമാണ്. ഏതു ജനങ്ങളും നമ്മുടെ ജനങ്ങളാണ്. ഇതിൽ വോട്ട് ചെയ്തവരെന്നോ വോട്ട് ചെയ്യാത്തവരെന്നോ ഉള്ള യാതൊരുവിധ വിവേചനവും ഉണ്ടാകില്ല. ഇതെല്ലാവർക്കും വേണ്ടിയുള്ള സർക്കാരാണ്. ഇത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള സർക്കാരാണ്. ഇത് ജാതി മത അതിരുകൾക്ക് അതീതമായ സർക്കാരാണ്. ഇത് വിവേചനം കാണിക്കാത്ത സർക്കാരാണ്. ഇത് സംസ്കാരം കാത്തു സൂക്ഷിക്കുന്ന സർക്കാരാണ്. ഇതൊരു മാന്യതയുടെ പര്യായമായ സർക്കാരാണ്. രാഷ്ട്രീയ കാരണങ്ങളാൽ ആരെയും ഒന്നിനു വേണ്ടിയും വേദനിപ്പിക്കാത്ത സർക്കാരാണ്. ഇതൊക്കെ പോകെ ജനങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് ചാടി എഴുന്നേറ്റ്
മറുപടി പറയുന്നതിനേക്കാൾ എല്ലാ കാര്യങ്ങളിലും ധീരതയോടെ പ്രവർത്തിച്ച് വിജയം വരിക്കുന്ന സർക്കാരാണിത്. ഇത് പദവിക്കോ അധികാരത്തിനോ വേണ്ടി ഉണ്ടായ സർക്കാരല്ല. നമ്മെ വിശ്വസിച്ച ജനങ്ങളോട് നന്ദിക്കടൽ വീട്ടുന്നതിനായി ഉണ്ടായിട്ടുള്ള ഒരു സർക്കാരാണ്. അധികാരം കാട്ടി ഭയപ്പെടുത്തുന്ന സർക്കാരല്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സർക്കാരാണ്. ആരോടും വെറുപ്പ് കാണിക്കുന്ന സർക്കാരല്ല, എല്ലാവരെയും സ്നേഹിക്കുന്ന സർക്കാരാണ്. ജനങ്ങളാണ് പ്രധാനം, ജനക്ഷേമം മാത്രമാണ് പ്രധാനം. അതുതന്നെയാണ് ഞങ്ങളുടെ ഏക നിലപാട്. അതിനാൽ മനസ്സാക്ഷിയുള്ള ഈ ജനനായക ഭരണത്തെ പിന്തുണച്ച എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്.